2024 വലിയ നോമ്പ് കാലഘട്ടം അതിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. നമ്മൾ പറയാറുണ്ട് 50 നോമ്പിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ വലിയ നോമ്പ് എന്നത് പുണ്യങ്ങൾ പൂക്കുന്ന വസന്തകാലമാണെന്നൊക്കെ. എന്തുകൊണ്ടാണ്? തീർച്ചയായും ഇത് ജീവിതബന്ധിയാണ്, ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന നാളുകളാണ്, ഹൃദയ പരിവർത്തനം സാധ്യമാക്കാൻ ഒരുപാട് സാധ്യതകൾ തുറന്നു കിടക്കുന്ന നാളുകളാണ് എന്നതുകൊണ്ടൊക്കെ തന്നെയാകണം. പ്രിയമുള്ളവരെ, തിരുസഭയിൽ വലിയ നോമ്പാചരണം തുടങ്ങിയ നാളുകളിലെ ഒരു ആദ്യ തീക്ഷ്ണതയെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നോമ്പാചരണവും ജീവിതവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് കുറെ കൂടി ഒരു വ്യക്തത ലഭിക്കും. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളാകണം, മാമോദീസ സ്വീകരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് നീണ്ട നാളത്തെ പരിശീലനമാണ് സഭ ഒരുക്കിയിരുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നത്. നീണ്ട നാൾ അവർ പ്രാർത്ഥനകൾ പഠിച്ചും വിശ്വാസികളെ അവരുടെ നല്ല മാതൃകകൾ കണ്ടുപഠിച്ചുമൊക്കെ സ്വയം ഒരുങ്ങി അവസാനം 50 ദിവസങ്ങൾ കഠിനമായ പ്രാർത്ഥനയുടെ, പ്രായശ്ചിത്തത്തിൻ്റെ, ഉപവാസത്തിൻ്റെ, ഒരുക്കത്തിൻ്റെ നാളുകളായി നീക്കിവച്ചിരുന്നു. കാലക്രമത്തിൽ ഇങ്ങോട്ട് മറ്റ് വിശ്വാസികളും ഈ മാമോദീസ സ്വീകരിക്കാനൊരുങ്ങുന്ന അർത്ഥിനികളോട് ചേർന്ന് തങ്ങളെ തന്നെ കൂടുതൽ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തി ഒരുക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഈസ്റ്ററിന് ഒരുക്കമായി 50 ദിവസങ്ങൾ വിശ്വാസികൾ കഠിനമായ പ്രാർത്ഥനകൾക്കും പ്രായശ്ചിത്തങ്ങൾക്കും ഒരുക്കത്തിനുമൊക്കെയായി നീക്കിവെക്കുന്ന ക്രമം വന്നത്. അവിടെ പ്രാധാന്യം ചില ഉപേക്ഷകൾക്കോ ചില ശീലങ്ങൾക്ക് വരുത്തുന്ന മാറ്റങ്ങൾക്കോ ഒന്നുമല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിന് തന്നെ മാറ്റം വരുത്തുന്നു, നിലപാടുകൾക്ക്, ശീലങ്ങൾക്ക് ഒക്കെ കാര്യമായ വ്യത്യാസം വരുത്തുന്നു, പുതിയ ജീവിതം എല്ലാറ്റിലും ഉപരിയായി ക്രിസ്തുവിനെ ധരിക്കുന്നു, പുതിയ ജീവിതം ശൈലി സ്വീകരിക്കുന്നു എന്നൊക്കെയാണ്. പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടും വ്യത്യസ്തമല്ല. നമുക്കറിയാം, പഴയ നിയമ ജനത അവര് പ്രായശ്ചിത്തം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനൊക്കെ ആഗ്രഹിച്ച് ചാക്കുടുത്ത് ചാരം പൂശി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ജനത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ അവരുടെ ജീവിതവുമായി ബന്ധമില്ലാതെ പോയപ്പോഴൊക്കെ യാഹ്വേ പ്രവാചകന്മാരിലൂടെ ജനത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു വലിയ നോമ്പ് കാലഘട്ടമാണ് നമ്മെ കടന്നു പോകുന്നത്. ഈ 50 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്ത് പരിവർത്തനമാണ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്? അതോ കുറച്ചു ദിവസത്തേക്ക് മാത്രം ഞാൻ വേണ്ടെന്ന് വെക്കുന്ന ചില കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോവുകയാണോ, അവസാനിക്കുകയാണോ എൻ്റെ നോമ്പാചരണം? ഈ നോമ്പ് കഴിഞ്ഞും ഉദ്ധിതൻ്റെ സന്തോഷം, ഉദ്ധാനത്തിൻ്റെ സാക്ഷിയായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശക്തി പകർന്നുകൊണ്ട് ചില നല്ല ശീലങ്ങൾ, ഹൃദയത്തിൻ്റെ പരിവർത്തനം സംഭവിച്ച മേഖലകൾ എന്നിൽ സാധ്യമാവുമോ, എന്നിൽ നിലനിൽക്കുമോ? നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. ഇനിയുള്ള നോമ്പിൻ്റെ ദിനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കാം. തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുവാൻ, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.